ധ്യാനത്തെക്കുറിച്ച് പഠിക്കാനും പഠിച്ച് ഇതിലെ തട്ടിപ്പ് മനസ്സിലാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ക്ലാസ് എടുക്കാനും ഒക്കെ നിന്നെ ഞങ്ങൾ നിയോഗിക്കുകയാണെന്ന് പറഞ്ഞാണ് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെന്നെ പറഞ്ഞു വിട്ടത്. രോഗികളെല്ലാം കയറി വരാൻ പറഞ്ഞ് ഞാനും കയറി ചെന്ന് മുട്ടുകുത്തി. ഇതൊന്ന് എൻ്റെ തട്ടിപ്പാണെന്ന് അറിയാമല്ലോ എന്നോർത്ത് മുട്ടുകുത്തിയപ്പോൾ ആ അച്ഛൻ അന്നേരം ചോദിച്ചു, മോന് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പനിയാണെന്ന് പറഞ്ഞു. 11:30 ആയപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഭാര്യ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു എനിക്കെന്തോ ഒരു അസ്വസ്ഥതയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നീ ഇന്ന് പ്രസവിക്കേണ്ട, എവിടെ കിടന്നോളാൻ പറഞ്ഞു. എന്നെ ആരോ പിടിച്ചു നിർത്തിയ പോലെ നോക്കിയപ്പോൾ എൻ്റെ വയറിന് വട്ടം ഒരു കൈ ഇങ്ങനെ കാണുന്നു. എൻ്റെ പേര് ആഗസ്തി. ഞാൻ അങ്ങാടിക്കട ഇടവക്കാരനാണ്. 4 മക്കളും വൈഫും ഉണ്ട്. വൈഫിൻ്റെ പേര് മേരി. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ വളർന്ന ഞാൻ ഏതാണ്ട് 21 വർഷത്തോളം ഈ ലോകത്തിൻ്റേതായി വ്യാപരിച്ചു. ഞാനൊരു നിരീശ്വര പ്രസ്ഥാനത്തിലായിരുന്നു ചെന്ന് ചേർന്നത്. അവരോടൊത്ത് സഞ്ചരിക്കുകയും അവരുടെ പ്രകടനങ്ങളിലും അവരുടെ കെട്ടുപാടുകളിലും എല്ലാം ഞാൻ അകപ്പെട്ടു പോവുകയും ചെയ്തു. ധ്യാനത്തെക്കുറിച്ച് പഠിക്കാനും പഠിച്ച് ഇതിലെ തട്ടിപ്പ് മനസ്സിലാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ക്ലാസ് എടുക്കാനും ഒക്കെ നിന്നെ ഞങ്ങൾ നിയോഗിക്കുകയാണെന്ന് പറഞ്ഞാണ് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെന്നെ പറഞ്ഞു വിട്ടത്. ഇതെല്ലാം മനസ്സിലാക്കാനായി ഒരു വചനം പോലും ഒഴിവാകാതെ പ്രസംഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് കുറിക്കുകയും അതെല്ലാം മനസ്സിലെടുക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ അറിയാതെ തന്നെ പയ്യെ യേശു എന്നെ സ്വന്തമാക്കുമായിരുന്നെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഗ്രഹിച്ച വചനങ്ങളെല്ലാം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപകരിക്കത്തക്ക വിധം അതെല്ലാം എന്നിലേക്ക് ആഴ്ന്നിറങ്ങി. ഞാൻ ധ്യാനം കൂടിയ ആദ്യ ദിവസങ്ങളിലൊന്നും എനിക്ക് ധ്യാനം ഒരു അനുഭവമായി തീർന്നില്ല. എന്നാൽ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പിന്നീട് വന്ന ക്ലാസ്സുകളിലാണ് എനിക്ക് ദൈവം സ്നേഹമാണെന്നുള്ള ഒരു അറിവുണ്ടായത്. ആന്തരിക സൗഖ്യം ദൈവസ്നേഹവും ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിൽ ഒത്തിരി മുറിവുകളുണ്ടായിരുന്നു. ആ മുറിവുകളെല്ലാം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു. തുടർന്ന് എനിക്കുണ്ടായ ഒരു പനിയുടെ പശ്ചാത്തലത്തിൽ ഞാനൊരു 3-4 ദിവസം ധ്യാനത്തിന് ശേഷം കിടക്കേണ്ടി വന്നു. കിടന്ന സന്ദർഭത്തിലാണ് ഞാൻ ഈ ധ്യാനത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും എൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും എന്നെ വഴിതെറ്റിച്ച എൻ്റെ ജീവിതപാതകളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനിടയായി. എനിക്ക് ആകെ ആശ്രയം ദൈവമാണെന്നും ദൈവത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നെന്നും ആ വിശ്വാസം നിലനിർത്തുവാനായി എന്ത് ത്യാഗവും സഹിക്കാമെന്നും ഞാനൊരു തീരുമാനമെടുത്തു. നവീകരണ ധ്യാനത്തിൻ്റെ അവസാന ലാപ്പിൽ ആന്തരിക സൗഖ്യ ശുശ്രൂഷ നടക്കുമ്പോൾ രോഗികളെല്ലാം കയറി വരാൻ പറഞ്ഞ് ഞാനും കയറി ചെന്ന് മുട്ടുകുത്തി. ഇതൊന്ന് എൻ്റെ തട്ടിപ്പാണെന്ന് അറിയാമല്ലോ എന്നോർത്ത് മുട്ടുകുത്തിയപ്പോൾ ആ അച്ഛൻ അന്നേരം ചോദിച്ചു, മോന് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പനിയാണെന്ന് പറഞ്ഞു. സാരമില്ല, കർത്താവ് അത് മാറ്റിത്തരുമെന്ന് പറഞ്ഞ് തലകുലുക്കി താടി കുലുക്കിയത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് വരെ ആരും എന്നെ ആശ്വസിപ്പിക്കുകയോ മോനെന്ന് വിളിക്കുകയോ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് കർത്താവായിരുന്നു എന്നെ മോനെന്ന് വിളിച്ചതെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മോനെ എന്നുള്ള വിളിയാണ് എന്നെ മറ്റൊരു മനുഷ്യനാക്കി തീർത്തത്. മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ അയൽക്കാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ ഒന്നും അങ്ങനത്തെ ഒരു സ്നേഹം എനിക്ക് അനുഭവിക്കാനോ കേൾക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്താണെന്നറിയത്തില്ല, ആ സമയത്ത് ആ അച്ഛനിലൂടെ എനിക്ക് കിട്ടിയ സ്നേഹമാണ്, ആ ഒരു വാക്കാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ അശ്ലീലമായ സ്വഭാവങ്ങളും വേണ്ടെന്ന് വെച്ചു. പാർട്ടിയോടുള്ള സ്നേഹം ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ പുകവലിക്കുന്ന ദുശ്ശീലം ഉപേക്ഷിച്ചു. മദ്യപിക്കുന്ന ദുശ്ശീലം ഉപേക്ഷിച്ചു. അങ്ങനെ ഞാനൊരു പുതിയ മനുഷ്യനായി മാറി. പിന്നെ എൻ്റെ ഹൃദയം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ ആ തുറന്ന ഏതെങ്കിലും ഒരു പേജിൽ അതിനുള്ള ഉത്തരവുണ്ട്. എൻ്റെ ഭാര്യ 2ാമത് ഗർഭിണിയായിരുന്ന സമയത്ത് മകൻ
87 നവംബർ മാസം 18-ാം തീയതി ജനിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടി 90 നവംബർ മാസം 18-ന് ജനിക്കുമെന്ന് ഒരു മാസം മുമ്പ് കർത്താവിൻ്റെ വചനം എന്നോട് പറഞ്ഞു. ഞാൻ കാത്തിരുന്ന് വിശ്വാസത്തോടെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 17-ാം തീയതി വൈകുന്നേരമായിട്ട് യാതൊരുവിധ ലക്ഷണങ്ങളുമില്ലാതെ കിടന്നു. എന്നാൽ 11:30 ആയപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഭാര്യ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, എനിക്കെന്തോ ഒരു അസ്വസ്ഥതയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നീ ഇന്ന് പ്രസവിക്കേണ്ട, അവിടെ കിടന്നോളാൻ പറഞ്ഞു. എന്നാൽ 2:30 ആയപ്പോൾ ഭാര്യ ഏറ്റിട്ട് പറഞ്ഞു, എനിക്ക് നീ കിടക്കാൻ പറ്റിയില്ല, എനിക്ക് ആശുപത്രിയിൽ പോകണം, അതിനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്ന്. അങ്ങനെ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. 87 നവംബർ 18-ന് ഉണ്ടായ അതേ ഡേറ്റിൽ തന്നെ 90 നവംബർ 18-ന് രണ്ടാമത്തെ കുട്ടിയും ജനിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വചനം നമ്മളെ ഒരിക്കലും വഞ്ചിക്കയില്ലെന്നുള്ള ആ വലിയൊരു സത്യം എന്നെ ബോധ്യപ്പെടുത്തി. ആദ്യത്തെ മകൾക്ക് എൽറോയ് എന്ന് പേരിടാൻ ബൈബിളിൽ നിർദ്ദേശം നൽകിയതാണ്. അത് ഇവർ വിശ്വസിക്കാതെ ഷെറിൻ എന്ന് പേരിട്ടു. എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഒരിക്കൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് എനിക്കൊരു വചനം തന്നു. ഞാൻ നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കുമെന്ന്. അത് സത്യത്തിൽ നിറവേറിയിരിക്കുകയാണിപ്പോൾ. ഒരു മകൾക്ക് ജോലി സംബന്ധമായ പ്രാർത്ഥന ആവശ്യമായി വന്നപ്പോൾ ഞാൻ 9 കൊന്ത റബ്ബർ ടാപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് ചൊല്ലി പ്രാർത്ഥിച്ചു. തിരിച്ച് വീട്ടിലേക്ക് വന്ന് കുളിച്ച് പള്ളിയിൽ പോകാനൊരുങ്ങുന്നതിന് മുമ്പായിട്ട് എന്നെ ആരോ പിടിച്ചു നിർത്തിയ പോലെ നോക്കിയപ്പോൾ എൻ്റെ വയറിന് വട്ടം ഒരു കൈ ഇങ്ങനെ കാണുന്നു. നോക്കുമ്പോൾ കുരിശിൽ തറച്ച യേശുവിൻ്റെ കൈ പോലെ ഇവിടെ ഒരു ചുവന്ന രക്തത്തിൻ്റെ പാടും കണ്ടു. ഞാൻ ആ സമയം ഏത് നിലയിലായിരുന്നു, എവിടെയായിരുന്നു എന്ന് പോലും അറിയാത്ത വിധത്തിൽ അത്രമാത്രം മരവിച്ചു പോയ പോലെ ആയിപ്പോയി. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി സൗദിക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇരിട്ടി ലത്തീൻ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനം എടുത്ത് തുറന്നപ്പോൾ അവിടുന്ന് ഇങ്ങനെ കാണിച്ചു, 45:2 യെശയ്യാ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകളെ നിരപ്പാക്കുകയും പിച്ചളവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുകയും ചെയ്യുമെന്ന്. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമായ കർത്താവ് ഞാനാകിയാൽ അന്ധകാരത്തിൽ നിധിയും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരുമെന്ന്. ഞാനിവിടെ വന്ന് മകളോട് പറഞ്ഞു. മകളത് വിശ്വസിച്ചു. അവൾ ഇൻ്റർവ്യൂവിന് പോയി, അവൾക്ക് ഇൻ്റർവ്യൂ കിട്ടി, അവൾ ജോലി ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എല്ലാം മാറിയത്. എൻ്റെ മൂത്ത മകളും രണ്ടാമത്തെ മകളും UK പരീക്ഷ എഴുതി. എന്നാൽ രണ്ടാമത്തെ മകൾക്ക് 1/2 മാർക്കിൻ്റെ കുറവായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഭൂമിയിൽ കമന്ന് കിടന്ന് മോശയും യോശുവയും ഒക്കെ പ്രാർത്ഥിച്ച പോലെ ഞാനും പ്രാർത്ഥിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ UK നിയമം മാറി 1/2 മാർക്ക് കുറവുള്ളവർക്കും UK സ്വാഗതമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് വിളിച്ചു. അങ്ങനെ എൻ്റെ മകൾ ഇപ്പോൾ UK നേഴ്സായി ജോലി ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് വചനത്തെയാണ്. അന്ന് വായിക്കുന്ന വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് ആ വിധത്തിലുള്ള ഒരു ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന എല്ലാവരും ദൈവത്തെ അറിയണം, സ്നേഹിക്കണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തെ ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കണം. എല്ലാവർക്കും വെളിപ്പെടുന്ന സത്യമാണ് ദൈവത്തിൻ്റെ സത്യം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.